23 വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ. ഗലീലിയിലെ മീൻപിടുത്തക്കാരിൽ നിന്ന് അപ്പസ്തോല സ്ഥാനത്തിലേക്ക് വിളിക്കപ്പെട്ട ഒരു ധീരപുരുഷനാണ് തോമാസ് അഥവാ ദീദിമോസ്. പന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശിഷ്യന്മാർ സുവിശേഷ പ്രഘോഷണത്തിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയപ്പോൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നതാണ് വിശുദ്ധ തോമാസ് ശ്ലീഹ. AD 52 മുസ്രീസ് എന്ന് വിളിച്ചിരുന്ന കൊടുങ്ങല്ലൂരാണ് അദ്ദേഹം വന്നു ചേർന്നത്. വിവിധയിടങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുകയും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശുവിനെ സാക്ഷ്യപ്പെടുത്തിയ അദ്ദേഹം കൊടുങ്ങല്ലൂർ, പറവൂർ, പാലയൂർ, കോക്കമംഗലം, നിലയ്ക്കൽ, നിരണം, കൊല്ലം എന്നീ 7 സ്ഥലങ്ങളിൽ പണികൾ സ്ഥാപിച്ചു. യേശുവിന്റെ ഉറ്റ സുഹൃത്തായ ലാസറിന്റെ മരണവാർത്ത കേട്ടപ്പോൾ ഈശോ ബെത്താനിയയിൽ പോയി ലാസറിനെ കാണാമെന്ന് പറഞ്ഞു. അവിടെ ജനങ്ങൾ യേശുവിനെ കല്ലെറിയാൻ ഒരുങ്ങി നിന്ന കാര്യം മറ്റു ശിഷ്യന്മാർ ഓർമ്മിപ്പിച്ചപ്പോൾ തോമാസ് ശ്ലീഹ പറഞ്ഞു, നമുക്കും അവിടത്തോട് കൂടെ പോയി മരിക്കാം. ഈ ധീരമായ വാക്കുകൾ ചെന്നൈയിലടുത്തുള്ള ചിന്നമലയിൽ വെച്ച് നിറവേറി. AD 72 ചിന്നമലയിൽ വെച്ച് അദ്ദേഹം മരിച്ചു. മൈലാപ്പൂർ കടൽ തീരത്ത് സംസ്കരിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹം ഇറ്റലിയിലേക്ക് കൊണ്ടുപോയെന്നാണ് പാരമ്പര്യം. യേശുവിനുള്ള അടിയുറച്ച വിശ്വാസമാണ് തോമാസ് ശ്ലീഹായെ ഭാരതത്തിന്റെ അപ്പസ്തോലനാക്കിയത്. യേശുവിനെ കണ്ടും കേട്ടും തൊട്ടും അനുഭവിച്ചും അറിഞ്ഞ തോമാസ് ശ്ലീഹായെ പോലെ നമുക്കും യേശുവിന്റെ ഉത്തമ സ്നേഹിതരായി ജീവിക്കാം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ജീവിതത്തിലൂടെ പറയാം. നന്ദി.